നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിഗ്രി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് സെക്കൻഡ് ഫേസുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ വാർത്തയുടെയും തൊഴിൽ വീതിയുടെയും നിഗമനങ്ങൾ, അവരുടെ കട്ട് ഓഫ് സാധ്യതകൾ, അവർ എക്സാമിന് എങ്ങനെ വിലയിരുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് ഒരു പക്ഷേ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും തിങ്കളാഴ്ച തൊഴിൽ വാർത്ത ഒന്ന് വന്നിട്ട് അല്ലെങ്കിൽ തൊഴിൽ വീതി ഒന്ന് വന്നിട്ട് ഒന്ന് നോക്കണം, നമ്മുടെ മാർക്കിന്റെ ഒരു സ്ഥിതി എന്താണ്, നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള അങ്ങനെ ആധികാരികമായിട്ട് ഈ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും കാത്തിരിക്കുന്ന ആളുകളുണ്ട്. നേരത്തെയൊക്കെ ഞാനൊക്കെ PSC എഴുതി തുടങ്ങുന്ന സമയത്ത് ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണും യൂട്യൂബ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അന്ന് ശനിയാഴ്ച എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ തിങ്കളാഴ്ചയാവാൻ കാത്തിരിക്കലായിരുന്നു. ഏതെങ്കിലും ബുക്ക് സ്റ്റാളിന് മുമ്പിൽ പോയി കാത്തിരിക്കും. തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഏതാണ് ആദ്യം വരുന്നത് അത് വാങ്ങിയിട്ട് പോകുന്ന സാഹചര്യമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ചില ദിവസം നമ്മൾ പ്രതീക്ഷയോടെ തിങ്കളാഴ്ച തൊഴിൽ വാർത്ത വാങ്ങി പോകുമ്പോൾ ചിലപ്പോൾ അന്ന് ആ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടത് വന്നിട്ടുണ്ടാവില്ല. ആഴ്ച നേരത്തെ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് പിന്നെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ആ രീതിയിലൊക്കെ ചിലപ്പോൾ കണ്ട് നിരാശരാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രീതിയിൽ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഒക്കെ ആധികാരികമായിട്ട് എല്ലാവരും കാത്തു നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഈ ഇതിലും രണ്ട് രീതിയിലാണ് ഇതിന്റെ നിഗമനം കൊടുത്തിട്ടുള്ളത്, കട്ട് ഓഫ് സാധ്യതകൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. തൊഴിൽ വീതി ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു കട്ട് ഓഫ് സാധ്യതകളാണ് പറഞ്ഞിട്ട് ഏറെക്കുറെ നമ്മളൊക്കെ നേരത്തെ പ്രഡിക്റ്റ് ചെയ്ത പോലെയുള്ള സമാനമായിട്ടുള്ള ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ ആണ് തൊഴിൽ വീതി നടത്തിയിട്ടുള്ളത്. തൊഴിൽ വാർത്തയുടെ കാര്യത്തിൽ കുറച്ചുകൂടി കട്ട് ഓഫ് കൂടുതലാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിഗമനം, പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നിഗമനം ഏറെക്കുറെ ക്ലിയർ ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ടാൻഡം PSC എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ തൊഴിൽ വീതിയിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: പരീക്ഷിക്കാതെ രണ്ടാം ഘട്ടം. അതായത് ഒന്നാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ഷമ പരീക്ഷിക്കുന്ന, അറിവ് പരീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഫേസ് 1 വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്നാൽ രണ്ടാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ വിദ്യാർത്ഥികളുടെ ക്ഷമ പരീക്ഷിക്കുന്ന, ഉദ്യോഗാർത്ഥികളെ പ്രയാസപ്പെടുത്തുന്ന ചോദ്യ പേപ്പർ ആയിരുന്നില്ല എന്നുള്ളത് എല്ലാവരും പരക്കെ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. വളരെ ചുരുക്കം ഏതോ ഒരാളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ എക്സാമിന് ഇത് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് പേപ്പർ 2 പോലെ തന്നെയാണ് ഏകദേശം പേപ്പർ 1 ഫേസ് 1 പോലെ തന്നെയാണ് ഫേസ് 2 എന്ന് ഒരാളുടെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അത് ഏത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ബാക്കി എല്ലാവരും ഈ ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇതിനെ അനലൈസ് ചെയ്തിട്ടുള്ളവരൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്, ഒന്ന് ഓപ്ഷൻ പോലും തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഓപ്ഷനിൽ കൊടുത്ത ആൻസർ മലയാളത്തിലേക്ക് വന്നപ്പോൾ C ഓപ്ഷനിലൊക്കെ വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണ്. കാരണം അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് PSC പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. പക്ഷെ ഈ ഓപ്ഷൻ മാറ്റി കൊടുക്കുന്നതൊന്നും ഒരു ഉദ്യോഗാർത്ഥി ഒരിക്കലും ചിന്തിക്കൂല. അങ്ങനെ അവിടെ Aയും ഇവിടെ Cയും ഒക്കെ കൊടുക്കുന്ന അത് ഒരു ചതി എന്ന് തന്നെ പറയാം. PSC അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അത്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ വാല്യുവേഷൻ നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാതെ രക്ഷയില്ല. കാരണം ഒരു കുട്ടി C എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവൻ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ അവൻ ഇത് ചെയ്തത് എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റൂല അല്ലെ. അതുകൊണ്ട് തന്നെ അതേപോലെ സ്റ്റേറ്റ്മെന്റ് പോലും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നീതി ആയോഗിന്റെ ബന്ധപ്പെട്ട ഇംഗ്ലീഷിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ല മലയാളത്തിൽ കൊടുത്തത്. അപ്പൊ അത്തരം ആ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മലയാളം വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഉദ്യോഗാർത്ഥി മലയാളം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഇംഗ്ലീഷ് നോക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഒരു ഓപ്ഷനും അവിടെ മറ്റൊരു ഓപ്ഷനും കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ള കുട്ടി അറിയില്ല. പ്രത്യേകിച്ച് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കാൻ വേണ്ടി ധൃതിപ്പെട്ടുകൊണ്ട് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കൊടും ചതി തന്നെയാണ്. PSC അത്തരം ചതികൾ, പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് കൂടി ഒരു പ്രിലിമിനറി എക്സാം നടത്തണം എന്നുള്ളതാണ് ടാൻഡം PSCക്ക് പറയാനുള്ളത്. കാരണം ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് പോലും ഇതൊരു കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുക്കാനോ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാനോ, മാത്സിന്റെ ഭാഗത്ത് 2 ക്വസ്റ്റ്യനാണ് ആൻസർ ഇല്ലാതെ വന്നത്. അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം കളഞ്ഞ ആളുകൾ ഉണ്ടാകും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഇടാൻ കഴിയാത്ത ആളുകളെയൊക്കെ ശരിക്കും ഒരു പരീക്ഷ നടത്തി ഈ ഒരു ക്വസ്റ്റ്യൻ നിർമ്മിക്കുന്നതിൽ നിന്ന് പുറത്താക്കൽ ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു നീതിയായിരിക്കും എന്ന് ഈ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാൻഡം PSC കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഇത്തരം കുട്ടികളുടെ ക്ഷമ പരീക്ഷിക്കുന്ന, കുട്ടികളുടെ ഭാവി വെച്ചിട്ട് കളിക്കുന്ന അത്തരം ആളുകൾ പരീക്ഷ ചോദ്യപേപ്പർ ഇടാൻ അർഹരല്ല എന്ന്
പറയല്ലാതെ നിർവാഹമില്ല. ആ രീതിയിൽ കുട്ടികളുടെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ 2 ഫേസ് ഒക്കെ ആയിട്ട് എക്സാം നടത്തുമ്പോൾ ഏറെക്കുറെ ഒരു യോജിച്ചു പോകുന്ന രീതിയിലുള്ള ഒരേ നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ PSCക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ രീതിയിലുള്ള 2 ഘട്ടമായിട്ട് പരീക്ഷ നടത്തുന്നത് ഒഴിവാക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ഘട്ടത്തിനും ഇപ്പോൾ പിന്നെ 10 ലക്ഷം പേരെയാണ് നിങ്ങൾ എക്സാം നടത്തുന്നതെങ്കിൽ 5 ലക്ഷം 5 ലക്ഷമായിട്ട് 2 പരീക്ഷ നടത്തിയിട്ട് നിങ്ങൾ 50,000 പേരെ ലിസ്റ്റിലിടുമ്പോൾ 25,000 പേര് ഫസ്റ്റ് ഫേസിൽ നിന്നും 25,000 പേര് സെക്കൻഡ് ഫേസിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ 2 ഘട്ടത്തിലുള്ളവർക്ക് നീതി ലഭിക്കും. ഇത് പല നിലവാരത്തിലുള്ള പരീക്ഷ നടത്തിയിട്ട് എല്ലാത്തിനും കൂടി ഒരു കോമൺ കട്ട് ഓഫ് കൊടുത്തിട്ട് നോർമലൈസേഷൻ എന്ന പേരിൽ 1-2 മാർക്ക് ഔദാര്യം പോലെ കൊടുക്കുന്ന ഒരു രീതിയൊക്കെ PSC മാറ്റം വരുത്തണമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ തൊഴിൽ വീതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഈ പരീക്ഷയിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് IT-യും ഭരണഘടനയും കാര്യമായി പരീക്ഷിച്ചില്ല. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും IT-യും ഭരണഘടനയും കാര്യമായി പരീക്ഷിച്ചില്ല. പിന്നെ സാമ്പത്തിക ശാസ്ത്രം അത്യാവശ്യം നിലവാരമുള്ള ചോദ്യമായിരുന്നു, പക്ഷേ തൊഴിൽ വീതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഇംഗ്ലീഷും ശാസ്ത്ര വിഷയങ്ങളും മിക്കവർക്കും എളുപ്പമായിരുന്നു, അതും കറക്റ്റാണ്, അതിലൊന്നും സംശയമില്ല, നമ്മളും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഭൂമിശാസ്ത്രം പരീക്ഷണമായില്ലെങ്കിലും ചില ചോദ്യങ്ങളെങ്കിലും അല്പം കടുപ്പമായി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചില ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളായിരുന്നു. പിന്നെ മലയാളം അല്പം ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഗണിതവും മലയാളം ബുദ്ധിമുട്ടിച്ചു, അതും നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. മാത്സിലെ ഗണിതത്തിൽ ചില ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നപ്പോൾ മലയാളത്തിൽ പുതുമയുള്ള ചില ചോദ്യങ്ങളും കടന്നുകൂടി. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ പോയിന്റുകൾ തന്നെയാണ്. ഗണിതത്തിലെ 2 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം ഇല്ലായിരുന്നു, അതും നമ്മൾ പറഞ്ഞു. പിന്നെ കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കൽ സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ് എന്ന ചോദ്യത്തിന്റെ ഓപ്ഷനുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും വ്യത്യസ്തമായ വന്നത് കല്ലുകടി. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഓപ്ഷൻ ശരിയുത്തരം കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ സിയിലാണെങ്കിൽ മലയാളം ക്വസ്റ്റ്യനിൽ എയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് ആൻസർ ചെയ്തും എന്നുള്ളതാണ് പ്രശ്നം. ഇംഗ്ലീഷ് പ്രകാരമാണ് പ്രൊഫഷണൽ കീ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. പിന്നെ മലയാളത്തിൽ ഓപ്ഷൻ എയും ഇംഗ്ലീഷിൽ ഓപ്ഷൻ സിയുമാണ് ശരിയുത്തരമായി കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്നാൽ PSCയുടെ പ്രാഥമിക ഉത്തരസൂചികയിൽ ഇംഗ്ലീഷ് പറഞ്ഞു, അതായത് ഉത്തരസൂചിക സി ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, ഇംഗ്ലീഷ് പ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു എന്ന ചോദ്യത്തിനും ശരിയുത്തരമായ ഗ്രഹാം റീഡിന് പകരം എബ്രഹാം റീഡ് എന്നാണ് ഓപ്ഷനിൽ നൽകിയിട്ടുള്ളത്. അതും ആ ചോദ്യവും തെറ്റായിട്ടാണ്, ഓപ്ഷൻ തെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ തൊഴിൽ വീതി പറയുന്ന ഒരു കട്ട് ഓഫ്, പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 50 to 60 ആണ്. ഏകദേശം കറക്റ്റ് ആയിരിക്കും. നമ്മളും പറഞ്ഞിട്ടുള്ള കട്ട് ഓഫ് അത് തന്നെയാണ്. 55-ന് താഴെ 50 വരെ താഴേക്ക് വരാമെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ഏകദേശം 50 to 60 റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരിക എന്നുള്ളതാണ് തൊഴിൽ വീതിയുടെ നിഗമനം. പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാം ആയതുകൊണ്ടും ഫസ്റ്റ് ഫേസ് നല്ല ടഫ് ആയതുകൊണ്ടും ഏകദേശം അത്ര തന്നെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് തൊഴിൽ വാർത്ത ഇതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് തൊഴിൽ വാർത്ത കുറച്ചുകൂടി കട്ട് ഓഫ് കൂട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ തൊഴിൽ വാർത്തയുടെ നിഗമനം വന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രതീക്ഷിത കട്ട് ഓഫ് ആയിട്ട് കുറച്ച് കൂടുതലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതോടൊപ്പം നമ്മുടെ ടാൻഡം PSCയുടെ മെയിൻസിന് വേണ്ടിയുള്ള കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 16 നമ്മൾ ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് പാർട്ട് 2-ൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം കിട്ടുമോ കിട്ടില്ല എന്ന് ഉറപ്പില്ലാത്ത ആളുകൾ, അതേപോലെ 2ാം ഫേസ് എഴുതാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഒരു 4 ദിവസം എടുത്ത ക്ലാസ്സിൽ നിന്ന് 5ഓളം ചോദ്യങ്ങളായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് പിന്നെ സെക്കൻഡ് ഫേസിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ പിന്നെ അവസാന ഘട്ടത്തിലായിരിക്കും പക്ക സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. കാരണം ഈ ഒരു ലിസ്റ്റ് കൂടി വരുമ്പോഴാണ് പല ആളുകൾക്കും ഇത് പ്രിലിംസ് ക്ലിയർ ചെയ്യുമല്ലോ എന്നത് ഉറപ്പാകുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എല്ലാ പരീക്ഷയ്ക്കും ഉപകരിക്കുന്ന ഭാഗമായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് മൊത്തം പേപ്പർ 1-ഉം പേപ്പർ 2-ഉം കൂടിയുള്ള ബാച്ച് ആണെങ്കിൽ 1499 രൂപയാണ് നമുക്ക് ഫീ വരുന്നത്. ചെറിയൊരു ഫീ ആണ്. പിന്നെ ബാച്ച് 2-ൽ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പേപ്പർ 2 മൊത്തമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പേപ്പർ 2-ൽ 1099 രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത്. പിന്നെ നല്ല പ്രഗത്ഭരായ ടീച്ചേഴ്സിന്റെ ഒക്കെ സേവനം നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക് ഡൊമൈൻ എക്സ്പേർട്ട് എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് പിന്നെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഴത്തിൽ തന്നെ നമുക്ക് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ
പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഇതിൽ കൊടുത്തിരിക്കുന്ന 7034327690 9544166690 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരു ഇന്ന് കൂടി ജോയിൻ ചെയ്യുന്ന ആൾക്ക് ജൂൺ 30 വരെ നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു, 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി 12 മണി വരെ ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി തൊഴിൽ വാർത്ത എന്ത് പറയുന്നു എന്ന് കൂടി നോക്കാം. ഇപ്പൊ തൊഴിൽ വാർത്തയുടെ ഏകദേശം ഇതിന്റെ അവരുടെ അനലൈസിങ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ അവർ കട്ട് ഓഫിന്റെ കാര്യത്തിലാണ് എനിക്ക് മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണ് ഒരു പ്രിലിംസ് എക്സാമിന് ഇത്ര വലിയൊരു കട്ട് ഓഫ് വരിക എന്നുള്ളത്. ഫേസ് 1 നല്ല ടഫ് എക്സാം ആയിട്ടും അവിടെയും അവർ കട്ട് ഓഫ് പറഞ്ഞിരുന്നത് 55 to 65 തൊഴിൽ വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ 62 to 67 ആണ് അവർ പ്രതീക്ഷിത കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരുന്നത്. അത്ര ഉയരത്തിലേക്ക് ഒരു കട്ട് ഓഫ് പോകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പ്രത്യേകിച്ച് ഇത്രയും ചോദ്യത്തിൽ പിശകുകൾ വന്ന സ്ഥിതിക്ക് ചില ചോദ്യങ്ങളൊക്കെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ആ ഓപ്ഷൻ മാറിയ ക്വസ്റ്റ്യനുകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇംഗ്ലീഷിന്റെ ഭാഗത്ത് 2 ക്വസ്റ്റ്യനുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഇതൊരു ഇത്ര വലിയൊരു കട്ട് ഓഫ് ഏതായാലും വരില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. 62ലേക്കൊന്നും കട്ട് ഓഫ് പോവില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ വീതിയിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കലാ സംസ്കാരം മികച്ച നിലവാരം പുലർത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങളും 2 വിധം എന്നുള്ള നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ തൊഴിൽ വാർത്തയും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ആ ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഉള്ള ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. പിന്നെ അതായത് ഒരേ ഉത്തരം 2 ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആരെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രയാസമാണ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. PSC എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അറിയില്ല. പിന്നെ ടോക്കിയോ ഒളിമ്പിക്സിലെ ക്യാപ്റ്റന് പരിശീലകന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ചോദ്യം നമ്പർ 42 മലയാളത്തിലെ ചോദ്യ പേപ്പറിലെ ഈ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം നീതി ആയോഗുമായി ബന്ധപ്പെട്ടതും 2ാം ഭാഗം സമൂഹത്തിൽ പൊതു സ്വഭാവമുള്ള തരത്തിലുമാണ്. പക്ഷെ ഇംഗ്ലീഷിൽ വ്യത്യാസം വന്നു. പക്ഷെ ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടാണ് PSC നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടാണ് അവർ ഉത്തരസൂചിക കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ഇതിൽ കുട്ടികളുടെ ആ ഒരു തരത്തിൽ ചില കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കിയത് ഒഴിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് പരീക്ഷകൾ എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയാം. ഏതായിരുന്നാലും ഈ ഒരു കട്ട് ഓഫ് ഇത്ര ഉയരും എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത്ര വലിയൊരു കട്ട് ഓഫ് വരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് തന്നെ പറയാം. അങ്ങനെ ഒരു കട്ട് ഓഫ് വരണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. കാരണം PSC ഇത് മെയിൻസ് എക്സാം അല്ല നടത്തിയിട്ടുള്ളത്. മെയിൻസ് എക്സാം ആണെങ്കിൽ ആ ഒരു കട്ട് ഓഫ് നമുക്ക് അംഗീകരിക്കാം. 62 ഒക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കട്ട് ഓഫ് ആണ്. പക്ഷെ ഇതൊരു പ്രിലിമിനറി എക്സാം ആണ്. പ്രത്യേകിച്ച് ഒരുപാട് പേരെ മെയിൻസിന് ഇത് ചെയ്യാറുണ്ട്. LSC സെക്രട്ടറി വെറും 200ഓളം ഒഴിവുകൾ പ്രതീക്ഷിക്കുന്ന ആ പോസ്റ്റിന് പോലും 35,000 പേരെയായിരുന്നു മെയിൻസിന് ക്വാളിഫൈ ചെയ്തിരുന്നത്. അപ്പൊ ഇതിലും ഒരു 50,000 പേരൊക്കെ ക്വാളിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളത്, ലിസ്റ്റ് ഇടുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രയും വലിയൊരു ലിസ്റ്റ് ഇടുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 50-55 റേഞ്ചിലായിരിക്കും, 50-50 അടുക്കുള്ള റേഞ്ചിലായിരിക്കും ഈ പറയുന്ന സെക്കൻഡ് ഫേസിന്റെ ഇത് വരിക. ഫസ്റ്റ് ഫേസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു 40 and above നേടിയ ആളുകൾക്ക് 40 to 45 ആയിരിക്കും ലഭിച്ച ആളുകൾക്ക് ശരിക്ക് ആ ഒരു എക്സാമിനേഷന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ക്വാളിഫൈ ചെയ്യണം. ഇനി PSCയുടെ നോർമലൈസേഷൻ രീതി എങ്ങനെയെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ കാര്യവും. ഏതായിരുന്നാലും ഒരു ഫസ്റ്റ് ഫേസിൽ ഒരു 40 മാർക്കിന് മുകളിലും സെക്കൻഡ് ഫേസിൽ ഒരു 50 മാർക്കിന് മുകളിലുമുള്ള ആളുകൾക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ നേരത്തെ പറഞ്ഞതുപോലെ പക്ക സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ 2 മൊഡ്യൂളുകൾ അവസാനത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ബാക്കിയുള്ള ഏകദേശം എല്ലാ ഭാഗങ്ങളും മറ്റു പരീക്ഷകൾക്ക് കൂടി ഉപകരിക്കുന്ന ഭാഗങ്ങളായതുകൊണ്ട് ആ ഭാഗം മാത്രം പഠിച്ചു തുടങ്ങാം. അതല്ല ഒരു 55-നൊക്കെ മുകളിൽ കിട്ടിയ ആളുകൾക്ക് ഫേസ് 2-ൽ 55-ന് മുകളിൽ കിട്ടിയ ആളുകൾ ഫേസ് 1-ൽ 45-ന് മുകളിൽ കിട്ടിയ ആളുകൾ, ഒരു 50-യുടെ അടുത്തൊക്കെ കിട്ടിയ ആളുകളാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ആ രീതിയിൽ എല്ലാവരും ഇനി സമയം ഉണ്ടാകില്ല. കാരണം 3 മാസത്തിന് താഴെ ഇനി മെയിൻസ് എക്സാമിനുള്ളൂ. അപ്പൊ ഈ ലിസ്റ്റ് വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ചോദ്യപേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് വേണമെന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഫൈനൽ കീ വരാൻ നേരം വൈകിയേക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു മാസമൊക്കെ ബാക്കിയുള്ളവായിരിക്കും ലിസ്റ്റ് വരിക, പ്രിലിംസിന്റെ ലിസ്റ്റ് വരിക. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സമയമേ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ലിസ്റ്റ് വന്നിട്ട് പഠിക്കൂ എന്ന് വിചാരിച്ച് ആരും കാത്തു നിൽക്കേണ്ട. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.